ശ്രീ ശ്രീപത്മനാഭൻ, കേന്ദ്ര സർക്കാരും എണ്ണക്കമ്പനികളും തമ്മിലുള്ള ഒത്തുകളിയും ഒളിച്ചുകളിയുമാണ് ഈ ഇന്ധനവില വർധനവിൻ്റെ പിന്നിൽ നടക്കുന്ന ഒരു സംഭവം എന്ന ആക്ഷേപമാണ് മറ്റ് രണ്ടുപേരും ഉന്നയിച്ചത്. തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അല്ലെങ്കിൽ BJPക്ക് ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ പ്രതിസന്ധി ഉണ്ടാകുന്ന ഘട്ടത്തിൽ ഇന്ധനവില വർധന കൂടാതിരിക്കുന്നു. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടൻ തന്നെ വില വർധനയിൽ മാറ്റമുണ്ടാകുന്നു. അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാർ ഈ സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾക്ക് വേണ്ടി എന്ന പേരിൽ ഈ നികുതി പണം അത് മാറ്റിവെക്കുമ്പോൾ അത് ആ നിലയ്ക്കല്ല ഉപയോഗപ്പെടുത്തുന്നത്, അത് കൊള്ളയടിക്കലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന ആക്ഷേപവും. അതിനുള്ള മറുപടി. അല്ല, സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി പെട്രോളിന് 13 രൂപയായിരുന്നു. മാർച്ച് മാസം 27-ാം തീയതി അത് 3 രൂപയാക്കി കുറച്ചു, 10 രൂപ എടുത്ത് കളഞ്ഞു. ഡീസലിന് 10 രൂപയായിരുന്നു സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി, ആ 10 രൂപയും കൂടി എടുത്ത് കളഞ്ഞു. ഇപ്പോൾ ഫലത്തിൽ 0. പിന്നെ ഉള്ളത് എന്താണ്? ബേസിക് എക്സൈസ് ഡ്യൂട്ടി ഉണ്ട്, പിന്നെ കസ്റ്റംസ് ഡ്യൂട്ടി ഉണ്ട് 2.5%. കസ്റ്റംസ് ഡ്യൂട്ടി ഉണ്ട്, വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുന്നൊരു വസ്തുവായതുകൊണ്ട് അത് ഒഴിവാക്കാൻ പറ്റില്ല. പിന്നെ 10% സോഷ്യൽ വെൽഫെയർ സർചാർജ് ഉണ്ട്. പിന്നെ റോഡ് ഇൻഫ്രാസ്ട്രക്ചർ സെസ് ഉണ്ട്, അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് സെസ് ഉണ്ട്. ഇതൊക്കെയുള്ളൂ. കുറയ്ക്കാവുന്നത് സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടിയാണ്, കേന്ദ്ര സർക്കാരിൻ്റെ നികുതി വരുമാനമാണ്. അത് 10 രൂപയാണ് ആയിരുന്നു ഡീസലിന്, അത് 10 പോയി. 13 രൂപയായിരുന്നു പെട്രോളിന്, അതിൽ 10 പോയി, ഇപ്പോൾ 3 ഉള്ളൂ. ഇനി എങ്ങോട്ടാണ് കുറയ്ക്കുക? പിന്നെ എണ്ണ കമ്പനികൾ എണ്ണ കമ്പനികൾ ആരേതാ? ഈ രാജ്യത്തെ 92% മാർക്കറ്റ് പൊതുമേഖല എണ്ണ കമ്പനികളുടേതാണ്. അത് പൂട്ടിപ്പോണോ? നഷ്ടത്തിലായിട്ട്? അപ്പോൾ ഈ രാജ്യത്തിൻ്റെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ സംരക്ഷിക്കണ്ടേ? അതിൻ്റെ ഉത്തരവാദിത്തം ഈ രാജ്യത്തെ പൗരന്മാർക്കും ഈ രാജ്യത്തെ സർക്കാരിനും ഇല്ലേ? അപ്പോൾ എണ്ണ കമ്പനികൾ നഷ്ടത്തിലായി കൂപ്പുകുത്തി പൂട്ടിപ്പോകേണ്ട അവസ്ഥ ഉണ്ടാവാൻ പാടുണ്ടോ ഈ രാജ്യത്ത്? അന്താരാഷ്ട്ര മാർക്കറ്റിൽ വില കൂടിയ സമയത്ത് കേന്ദ്രത്തിന് ചെയ്യാവുന്നത് എന്താണ്? കേന്ദ്രത്തിൻ്റെ എക്സൈസ് ഡ്യൂട്ടി കുറയ്ക്കുക. അത് കേന്ദ്രം മാർച്ച് മാസം 27-ാം തീയതി കുറച്ചു. ഇനി സംസ്ഥാന സർക്കാരുകൾ കുറയ്ക്കട്ടെ. അതിനെപ്പറ്റി ചോദിക്കുമ്പോൾ പഠിക്കട്ടെ, നോക്കട്ടെ, ആലോചിക്കട്ടെ. അതിന് ഉത്തരമില്ല. അതാണ് 114 രൂപ, 113.66 കേരളത്തിലെ പെട്രോളിൻ്റെ വില. തമിഴ്നാട്ടിൽ അത്ര ഇല്ലല്ലോ. ഗുജറാത്തിലും മറ്റ് സംസ്ഥാനങ്ങളിൽ 99-ഉം 100-ഉമൊക്കെയാണ്. എന്താ കേരളത്തിൽ മാത്രം ഇത്ര പൈസ? തെലുങ്കാനയിൽ മാത്രം ഇത്ര പൈസ? പിന്നെ ഇവർ പറയുന്നത് ഇലക്ഷൻ വരുമ്പോൾ കൂട്ടാതിരുന്നത് കൊണ്ടാണ് BJP ജയിക്കുന്നതെന്ന്. ആസാമിലാണ് ഈ തെരഞ്ഞെടുപ്പിൽ ആകെ കോൺഗ്രസും BJPയും തമ്മിൽ നേരിട്ടുള്ളൊരു മത്സരം നടന്നത്. BJP പെട്രോളിന് വില കൂട്ടാത്തത് കൊണ്ടാണ് ആസാമിൽ കോൺഗ്രസിന് 19 സീറ്റായി പോയത് ആണോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അവർ 35 കൊല്ലം ഭരിച്ച ബംഗാളിൽ 1 സീറ്റോ 1/2 സീറ്റോ ആയിപ്പോയത് ഞങ്ങൾ പെട്രോളിന് വില കൂട്ടായിട്ടാ? കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തോറ്റത് പെട്രോളിന് വില കൂട്ടായിട്ടാ? ഇതും തെരഞ്ഞെടുപ്പും തമ്മിലൊന്നും ബന്ധമില്ല. പിന്നെ അങ്ങനെ പറയേണ്ടവർക്ക് അങ്ങനെ പലതും പറയാം, അത് വേറെ വിഷയം. അപ്പോൾ ഇവിടെ വിഷയം എന്താണ്? നിങ്ങളും സഹകരിക്കണം. സംസ്ഥാന സർക്കാർ എന്തു സഹകരിക്കുന്നില്ല? എത്ര ദിവസമായി സർക്കാർ അധികാരത്തിൽ വന്നിട്ട് ഒരു തീരുമാനങ്ങളൊക്കെ എടുത്തല്ലോ. ഇപ്പോൾ പല തീരുമാനങ്ങളും പുറത്തു വന്നല്ലോ. പല കോൺഗ്രസുമായി ബന്ധപ്പെട്ട അവരെ തല്ലിയ പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു, അതുപോലെ തന്നെ മറ്റ് നടപടികൾ എടുത്തു. അപ്പോൾ ഇത് കൂട്ടത്തിൽ ഇത് എടുത്തൂടെ? ഇതിനെന്ത് അത്ര വലിയ താമസം വേണോ? നിങ്ങൾക്ക് നിങ്ങളുടെ വരുമാനം കുറച്ചുകൂടെ? അങ്ങനെയല്ലേ ചെയ്യേണ്ടത്? 10 രൂപയുള്ള ഡീസലിൻ്റെ സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി 10 എടുത്തു കളഞ്ഞു. 13 രൂപയുള്ള പെട്രോളിൻ്റെ സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി 10 എടുത്തു കളഞ്ഞു, 3 രൂപയുള്ളൂ. ഇനി എങ്ങോട്ടാണ് കുറയ്ക്കുക? അപ്പോൾ ഈ രാജ്യത്ത് എണ്ണ കമ്പനികൾ നിലനിൽക്കണ്ടേ? വേണ്ടേ? പൂട്ടിപ്പോണോ? ആ നഷ്ടത്തിൽ കൂപ്പുകുത്തി. 92% പൊതുമേഖലാ സ്ഥാപനങ്ങളാ. 92% മാർക്കറ്റും പൊതുമേഖല അവയൊക്കെ പൂട്ടിപ്പോണമെന്നാണ് പറയുന്നത്. നടക്കുന്ന കാര്യമല്ല അതൊന്നും. അപ്പോൾ അതുകൊണ്ട് ഇത് അന്താരാഷ്ട്ര മാർക്കറ്റിലെ വിലയുമായി ബന്ധപ്പെട്ടതാണ്. അതിനനുസരിച്ചിട്ടുള്ള വിട്ടുവീഴ്ചകൾ സംസ്ഥാന സർക്കാരുകൾ എന്താ ചെയ്യാത്തത്? കേന്ദ്രം മാത്രമാണോ നികുതി ഈടാക്കുന്നതാണോ? കേന്ദ്രം ഈടാക്കുന്നതിനേക്കാൾ നികുതി ഈടാക്കുന്നവരാണ്. ഈ 10 ഉറുപ്പ്യം കൂടി കുറച്ചപ്പോൾ ഇനി എന്താ ഉള്ളത് ബാക്കി? അപ്പോൾ അത് ഈടാക്കുന്നവർ ഒരു നയാ പൈസ കുറയ്ക്കാതെ ഇവിടെ വന്നിരുന്നിട്ട് കഴിഞ്ഞ ദിവസം താഴ്ന്നപ്പോൾ അതിന് ആനുപാതികമായിട്ട് ഈ പെട്രോൾ ഡീസൽ വില കുറയാത്തതിന് എന്താണ് കാരണം? അല്ല, അത് ഗോപികൃഷ്ണ, ഇന്ന് കുറഞ്ഞാൽ നാളെ കുറയില്ല. 15 ദിവസം എടുത്തിട്ടാണിത്. കാരണം എന്താ പറയുക, ഇത് അവിടെ ഫ്ലക്ച്വേറ്റിംഗ് ആണ്. അവിടെ ഒരു ബോംബ് അമേരിക്കക്കാരൻ മറ്റവൻ്റെ നെഞ്ഞത്ത് കൊണ്ട് ഇട്ടാൽ കൂടി. ഇപ്പം ഇന്നലെ ബോംബ് ഇട്ടിട്ടാണ് ഇന്ന് 3% കൂടിയത്. അപ്പോൾ അത് മാർക്കറ്റ് പഠിച്ചിട്ടേ കൂട്ടലും കുറയ്ക്കലും ഉള്ളൂ. അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ? പിന്നെ ബഹുമാനപ്പെട്ട ആരിഫ് പറഞ്ഞു ഞങ്ങൾ കൂട്ടിയില്ലല്ലോ. നിങ്ങൾ കുറച്ചോ?
പിന്നെ GST ആക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും വോക്കലായി എതിർത്തത് നിങ്ങളല്ലേ? കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരാണ്. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ നികുതി GSTയിലേക്ക് മാറ്റട്ടെ ചോദിച്ചപ്പോൾ ഏറ്റവും ശക്തമായി എതിർത്തത് നിങ്ങളാ. ബാക്കി സംസ്ഥാനങ്ങൾ എതിർത്തിട്ടുണ്ട്. അപ്പം അതൊന്നും പറയണ്ട. നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തത് മറ്റുള്ളവർ ചെയ്യണമെന്ന് പറയുന്നത് നടക്കാത്ത കാര്യമാണ്. അതൊന്നും നടക്കാത്ത കാര്യം. എല്ലാവർക്കും നികുതി വരുമാനം വേണം. എല്ലാ സംസ്ഥാന കേന്ദ്ര സർക്കാരുകളും നിലനിന്ന് പോകുന്നത് നികുതി വരുമാനത്തിലാണ്. ഒരു ദിവസം രാവിലെ അത് നിർത്തലാക്കി അത് പോവും. പിന്നെ കൊള്ളയാണ് സാമൂഹ്യക്ഷേമ പദ്ധതികൾ. കിസാൻ സമ്മാൻ നിധി കൊള്ളയാണോ? ആണോ? അത് കൊള്ളയാന്ന് ആരാ അവിടെ പറഞ്ഞുണ്ടാക്കിയത്? അത് ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കുമോ ഈ നാട്ടിൽ? നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഏറ്റവും വലിയ പ്രസ്റ്റീജ് പദ്ധതിയാണ് കിസാൻ സമ്മാൻ നിധി. അത് കൊള്ളയാന്ന് പറഞ്ഞാൽ ഈ നാട്ടിലാരെയും വിശ്വസിക്കുമോ? അതുപോലെ തന്നെ ഉജ്ജ്വല പദ്ധതി, അത് കൊള്ളയാണെന്ന് പറഞ്ഞാൽ ആരെയും വിശ്വസിക്കുമോ? ഇത് പറയുമ്പോൾ ഒരു സുഖം വേണ്ടേ? നിങ്ങൾ 3.5 കിലോമീറ്റർ നാഷണൽ ഹൈവേ ഉണ്ടാക്കി കൊടുത്ത് ഞങ്ങൾ 36 ആക്കി. ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോഴേക്ക് ഇന്ത്യയിലെ റോഡ് കോൺട്രാക്ട് കമ്പനികളിൽ 2 ഒഴികെ ബാക്കിയെല്ലാം NPA നേരിടുകയായിരുന്നു. ബാങ്കിൽ ലോൺ ഡ്യൂ ആയി NPA നേരിടുകയായിരുന്നു. ഞങ്ങൾ വന്ന് അവരെയൊക്കെ മുൻകൈ എടുത്ത് ഈ പണിയിലേക്ക് കൊണ്ടുവന്ന് ഞങ്ങളിവിടെ ഏതാണ്ട് 70,000 കിലോമീറ്റർ നാഷണൽ ഹൈവേ ഉണ്ടാക്കി. 90,000 കിലോമീറ്റർ നാഷണൽ ഹൈവേ ആയിരുന്നു ഇന്ത്യയിൽ 14 ഉണ്ടായിരുന്നത്. ഇന്നത് ഏതാണ്ട് 1,60,000 ആക്കി. 70,000 കിലോമീറ്റർ നാഷണൽ ഹൈവേ ഞങ്ങൾ ഉണ്ടാക്കി. അതിൻ്റെ ഭാഗമായി ഈ കമ്പനികളൊക്കെ പണി കിട്ടി, പണിയെടുക്കുന്നു. ടോള് പിരിക്കുന്നത് എപ്പോഴാണ്? പണി കഴിഞ്ഞിട്ടല്ലേ ടോള് പിരിക്കുന്നത്. കേരളത്തിന് ടോളില്ല, സംസ്ഥാന സർക്കാർ ടോള് പിരിക്കുന്നില്ല. നിങ്ങളൊന്ന് കൊയിലാണ്ടിക്ക് വരും, ഞാൻ കാണിച്ചു തരാം. എൻ്റെ നാട്ടിൽ കൊയിലാണ്ടിയിൽ സംസ്ഥാന സർക്കാർ ഉണ്ടാക്കിയ പാലത്തിന് ടോള് പിരിക്കുന്നുണ്ട്. ഇതൊന്നും പറയരുത്. ടോള് പിരിക്കാത്ത ആരാളുള്ളത്? അപ്പോൾ ഈ ടോള് പിരിവെന്ന് പറയുന്നത് പണി കഴിഞ്ഞിട്ടെടുക്കുന്ന സംഗതിയാണ്. അപ്പോൾ ഇതൊക്കെ പറയാൻ എളുപ്പമാണ്. നിങ്ങളൊരു നയാ പൈസ കുറയ്ക്കാത്തവരാണ്. നിങ്ങളിപ്പോൾ ഇടതുപക്ഷ സർക്കാർ ഭരണം പോയപ്പോൾ നിങ്ങളൊരു സുപ്രഭാതത്തിൽ വന്നിട്ട് ഇത് അങ്ങനെയാക്കണം ഇങ്ങനെയാക്കണം എന്നും പറഞ്ഞാൽ നടക്കാത്ത കാര്യമല്ല, നടക്കുന്ന കാര്യമല്ല. നിങ്ങളെ കൊണ്ട് ആയിട്ടില്ലല്ലോ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.